ഗുഡ് മോർണിംഗ് എവരും പ്രൈസ് ഗാഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിശാച് ഫോഷ്ക്ക് പറയുന്നവനാണ്. ഫോഷ്ക്ക് പറയുന്നതിന്റെ അപ്പനുമാണ് അല്ലെ. അപ്പോ കള്ളമല്ലാതെ വേറൊന്നും അവൻ പറയാറില്ല. അപ്പൊ ഈ ലോകത്തുള്ള മനുഷ്യരുടെ കണ്ണുകൾ അവൻ മൂടി വെച്ചിരിക്കുകയാണ് അല്ലെ, കുരുടാക്കി വെച്ചിരിക്കുകയാണ്. അവൻ പറയുന്നതാണ് സത്യമെന്ന് മാത്രം വിശ്വസിപ്പിച്ചുകൊണ്ട് അല്ലെ. അപ്പോ നമ്മളുടെ യേശു, നമ്മളുടെ സൃഷ്ടാവ് യേശു ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്, യേശു തന്നെ പറഞ്ഞ കാര്യമാണ്, സത്യത്തിന് സാക്ഷീകരിക്കുന്നതിന് വേണ്ടി, സത്യത്തിന്റെ സാക്ഷിയായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പം യേശുവിന്റെ കൈകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നമ്മളും സത്യത്തിന്റെ സാക്ഷികളായിട്ട് നിൽക്കേണ്ട സമയമാണിത് അല്ലെ. അവസാനത്തെ സമയം, അവസാനത്തെ കാലം വളരെയധികം അടുത്തിരിക്കുന്ന, യേശുവിന്റെ വരവ് ഏറ്റവും അധികം അടുത്തിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ യേശുവിനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി, യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ അവന് വേണ്ടി നിൽക്കേണ്ട സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുകയാണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രം യേശുവിന് വേണ്ടി സാക്ഷീകരിക്കാൻ, ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നതിന് വേണ്ടി താല്പര്യപ്പെടുന്ന ആൾക്കാരുള്ളൂ അല്ലെ. അപ്പോ അങ്ങനെ ഉള്ളവരുടെ കൂട്ടത്തിലായിരിക്കട്ടെ നമ്മൾ, അവന് വേണ്ടി നിൽക്കുന്നതിന് വേണ്ടി, അവന് വേണ്ടി സാക്ഷീകരിക്കുന്നതിന്, സാക്ഷിയായി നിൽക്കുന്നതിനും വേണ്ടി ഒരു മനസ്സുള്ള വ്യക്തികളായിട്ട് നമ്മൾ അല്ലെ. അപ്പൊ അതിനിപ്പോ അതാണ് എൻ്റെ തന്നെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഈ ലോകത്തിലേക്ക് വന്നതിനായിട്ട് നന്ദി പറയും. ഞങ്ങൾ പാപികളായപ്പോൾ ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങളെ വീണ്ടെടുത്തു. ഇന്നൊരു പുതിയ ജീവൻ തന്നിരിക്കുന്ന കർത്താവ്, അങ്ങയ്ക്ക് വേണ്ടി നിലനിൽക്കാനും അങ്ങയുടെ സാക്ഷികളാകാനുള്ള കൃപ ഞങ്ങൾക്ക് തണെന്ന് അപേക്ഷിക്കുന്നു. ചുറ്റോട് ചുറ്റും നിൽക്കുന്നവർ അംഗീകരിക്കണമെന്നില്ല ഞങ്ങൾ, പക്ഷെ കർത്താവ് അങ്ങ് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതുമാത്രം മതി ഞങ്ങൾക്ക്. കർത്താവെ, അങ്ങയുടെ ശബ്ദമാകാൻ അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്നു. ലോകത്തിൽ യേശുവിന്റെ പിതാവേ, ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നെ നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ്, അങ്ങേക്കായിട്ട് നന്ദി പറയുന്നു. സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, താങ്ക് യു ജീസസ് മാസ്റ്റർ, താങ്ക് യു ഹോളി സ്പിരിറ്റ് ഗോഡ്. ഒന്ന് സംസാരിക്കണം അപേക്ഷിക്കുന്നു, പഠിപ്പിക്കണം അപേക്ഷിക്കുന്നു, ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണം അപേക്ഷിക്കുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. യേശുവിന്റെ നാമത്തിനായ പിതാവ്, അങ്ങേക്കായിട്ട് അങ്ങനെ സ്നേഹത്തിനായിട്ടും പുത്രനായിട്ടും ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ടും നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിനാമേൻ. ജോണിലേക്ക് പോകാം. യോഹന്നാൻ എഴുതിയ സുവിശേഷനിലേക്ക് പോകാം. 18ാമത്തെ ചാപ്റ്ററിന്റെ 33 തൊട്ട് 37 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് വായിക്കാം. യോഹന്നാന്റെ അല്ലെങ്കിൽ ജോണിന്റെ 18ാമത്തെ ചാപ്റ്ററിന്റെ 33 തൊട്ട് 37 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് വായിക്കാം. യേശുക്രിസ്തു പീലാത്തോസിന്റെ മുമ്പിൽ അല്ലെ, പൈലറ്റിന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ പറ്റിയാണ്. പൈലറ്റും യേശുവും തമ്മിലൊരു കോൺവെർസേഷൻ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പീലാത്തോസ് പിന്നെയും ആസ്ഥാനത്തിൽ ചെന്ന് യേശുവിനെ വിളിച്ചു, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു. അതിന് ഉത്തരമായി യേശു, ഇത് നീ സ്വന്തമായി പറയുന്നതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു. പീലാത്തോസ് അതിന് ഉത്തരമായി, ഞാൻ യഹൂദനോ? നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ എന്തു ചെയ്തു എന്ന് ചോദിച്ചതിന് യേശു, എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികം ആയിരുന്നു എങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാത്തക്കവണ്ണം എന്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലയോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷിയായി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യ തൽപരരായവർ എല്ലാം എന്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ യേശു ഇവിടെ പറഞ്ഞിരിക്കുക, താൻ രാജാവാണെന്നും, യേശു രാജാവാണല്ലോ, അതിനെപ്പറ്റി ആർക്കും ഒരു ഡൗട്ടുമില്ല. സത്യത്തിനെ സാക്ഷീകരിക്കുന്നതിന് വേണ്ടിയാണ്, സത്യത്തിനുള്ള സാക്ഷിയായിട്ടാണ് ഈ ലോകത്തിലേക്ക് യേശു ക്രിസ്തു വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ യോഹന്നാനിലേക്ക് തന്നെ 16ാമത്തെ ചാപ്റ്ററിൽ പോകുമ്പോൾ 28ാമത്തെ വാക്ക് യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പിതാവിൽ നിന്ന് വന്നവനാണ് അല്ലെ. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നിരിക്കുന്ന പിതാവിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അതാണ് യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇനി 3ാമത്തെ ചാപ്റ്ററിൽ യോഹന്നാൻ തന്നെ പോകും 11ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശു പറഞ്ഞിരിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി നമ്മൾ ടെസ്റ്റിഫൈ ചെയ്യുന്നത്, നമ്മൾ സാക്ഷീകരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ട കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ യേശു ഇവിടെ പറയുവാണ്, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, ഇപ്പൊ യോഹന്നാൻ തന്നെ 18ാമത്തെ ചാപ്റ്ററിൽ എങ്ങനെയാ പറഞ്ഞത്, നമ്മളിപ്പോ വായിച്ചതേ ഉള്ളൂ. ഞാൻ ഇവിടെ വന്നിരിക്കും, 37ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്നത്, ഞാൻ വന്നിരിക്കുന്നത് സത്യത്തിനുള്ള സാക്ഷിയായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ. എന്റെ ജനനത്തിന്റെ ഉദ്ദേശം തന്നെയാണ്, ഞാൻ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം അത് തന്നെയാണെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. യേശു രാജാവാണ് അല്ലെ. അപ്പോ സത്യം എന്താണ്? ആദ്യമായിട്ട് അല്ലെ, സത്യം എന്നുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, പിതാവാണ്. പിതാവിൽ നിന്ന് വന്ന മകൻ സത്യമാണ് അല്ലെ. അപ്പൊ പിതാവാണ് ദൈവം എന്നുള്ളതാണ് സത്യം. അപ്പൊ നമുക്കറിയാം, ഇറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ പിതാവിനെ മനസ്സിലാക്കുമെന്ന് പറഞ്ഞിരിക്കും. 17ാമത്തെ ചാപ്റ്ററിൽ യോഹന്നാന്റെ തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് യേശുവിനെ പിതാവ് ഇട്ടിരിക്കുന്നത് യേശുവിനെ
മനസ്സിലാക്കുക, പിതാവ് മാത്രമാണ് ദൈവം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ ലോകത്തിൽ കാണുന്ന ഒന്നും തന്നെ സത്യമല്ല, അല്ലെ? ലോകത്തുള്ള പലരും മനസ്സിലാക്കിയിരിക്കുന്നത് ലോകത്തിൽ കാണുന്ന സത്യം എന്നാണ്. അവർ വിശ്വസിക്കുന്ന മതങ്ങളാണ് സത്യം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതിന് കാരണമുണ്ട്. പിശാച്, അല്ലെ? എന്താ പറയുക, ഫോഷ്ക് പറയുന്നവനും ഫോഷ്കിന്റെ പിതാവുമായിരിക്കുന്ന പിശാച് അവരുടെ കണ്ണുകൾ അടച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന് എതിരായിട്ടാണ് യേശുക്രിസ്തു വന്നിരിക്കുന്നത്. യേശുക്രിസ്തു ലോകത്തിൽ വന്നിരിക്കുന്നത് പിശാചിന്റെ വർക്കിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി. 1 ജോൺ നമ്മൾ വായിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ യേശു വന്നിരിക്കുന്ന സത്യത്തെ പറ്റി സംസാരിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെ? അപ്പൊ യേശു ദൈവത്തിൽ നിന്ന് പ്രൊസീഡ് ചെയ്തിരിക്കുന്നു, യേശു ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നു, ഇനി തിരിച്ചു പോകുന്നത് ദൈവത്തിലേക്ക് തന്നെയാണെന്ന് പറയുന്നു. അപ്പൊ താൻ കണ്ട കാര്യത്തെ പറ്റി മാത്രമേ യേശു സംസാരിക്കുന്നുള്ളൂ. ഇനി അതിനെപ്പറ്റിയാണ് പറയാനാണെങ്കിൽ യേശു താൻ കണ്ട കാര്യത്തെ പറ്റി, തനിക്ക് അറിയാവുന്ന കാര്യത്തെ പറ്റി മൊത്തം ഒന്നും പറയുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിതാവിന് എന്താണോ യേശു സംസാരിക്കണം എന്നുള്ളത് അത് മാത്രമാണ് യേശു സംസാരിച്ചത്, അല്ലെ? ആവശ്യമില്ലാത്ത ഒരു കാര്യം പോലും സംസാരിച്ചിട്ടില്ല. ആവശ്യമില്ലാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ടാത്ത ഒരു കാര്യവും യേശുക്രിസ്തു ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. പിതാവിന്റെ ഇഷ്ടം മാത്രം നിറവേറ്റുവാണ് യേശുക്രിസ്തു ചെയ്തിരിക്കുന്നത്, അല്ലെ? സത്യമാണ് അവൻ പറഞ്ഞത് മൊത്തം അവൻ പറയുന്നത് മാത്രമേ സത്യമുണ്ടായിരുന്നുള്ളൂ. നമുക്കറിയാം, പിലാത്തോസ് ഇത് താഴേക്ക് വരുന്ന വാക്കുകൾ ഇങ്ങനെ ചോദിക്കുന്നത്, സത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം ചോദിക്കുന്നത്, വാട്ട് ഈസ് ട്രൂത്ത് എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിലാത്തോസിന് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ട് വന്നതെന്ന് വെച്ച് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തു പറഞ്ഞ് താൻ രാജാവാണെന്ന് പറഞ്ഞ് താൻ ഈ ലോകത്തിലേക്ക് വന്ന സത്യത്തെ ഘോഷിക്കുന്നതിന് വേണ്ടി, പ്രബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് സംസാരിക്കും, സത്യത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണെന്ന് പറയുന്നു. പക്ഷേ ജൂതന്മാരും അന്നത്തെ പരീശന്മാരും ശാസ്ത്രിമാരും യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ആൾക്കാരെല്ലാം പറയുന്നത്, അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ആൾക്കാരും എല്ലാം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവൻ കള്ളനാണ്, ഇവൻ കൊള്ളരുതാത്തവനാണ് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതാണ് സത്യം എന്ന് ആകപ്പാടെ ഒരു കൺഫ്യൂഷൻ. അത് തന്നെയാണ് ഈ ലോകത്തിന്റെ പ്രശ്നം, അല്ലെ? കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് പിശാചിന്റെ അവന്റെ ഒരു തന്ത്രം, അല്ലെ? മനുഷ്യരുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക, യേശുവിനെ പറ്റിയുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ യേശു ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ മാത്രമാ സത്യം, ഞാൻ വന്നിരിക്കുന്ന സത്യത്തെ സാക്ഷീകരിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ കണ്ടത് മാത്രം സംസാരിക്കുന്നുള്ളൂ, എന്റെ പിതാവിനോട് പറയുന്നത് മാത്രം സംസാരിക്കുന്നുള്ളൂ, അത് മാത്രമേ ഞാൻ സംസാരിക്കത്തുള്ളൂ, അല്ലെ? വേറെ ഒന്നും സംസാരിക്കാൻ പോകുന്നില്ല. അപ്പൊ നമുക്കറിയാം, ഇനി ഹോളി സ്പിരിറ്റ് ഗോഡിനെ, അപ്പൊ യേശുവിനെ പറ്റി ഹോളി സ്പിരിറ്റ് ഗോഡിനെ പറ്റി പറയുവാണ്. നമുക്ക് യോഹന്നാൻ തന്നെ 15-ാമത്തെ ചാപ്റ്ററിലേക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുവാണ് ഹോളി സ്പിരിറ്റ് ഗോഡ് നമുക്ക് വേണ്ടി, പിതാവിൽ നിന്ന് ഹോളി സ്പിരിറ്റ് ഗോഡ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 15-26 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും, അല്ലെ? അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡിനെ ദൈവം യേശുക്രിസ്തു സെൻഡ് ചെയ്തിരിക്കുന്നത്, ലോകത്തിലേക്ക് വിട്ടിരിക്കുന്ന യേശുവിനെ പറ്റി സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയാണ്. അപ്പൊ നമുക്കറിയാം യേശുവാണ് സത്യം എന്നുള്ള കാര്യം അറിയാം, അല്ലെ? അപ്പൊ യേശു വന്നിരിക്കുന്നത്, യേശു തന്നെ പറഞ്ഞിരിക്കുന്നു, ഈ സ്ക്രിപ്ചേഴ്സ് മൊത്തം, വചനം മൊത്തം പറഞ്ഞിരിക്കുന്നത് തന്നെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയുക, തന്നെ പറ്റി അറിയത്തില്ലെങ്കിൽ ആർക്കും സത്യം അറിയത്തില്ല, അല്ലെ? താൻ വെളിപ്പെടുത്താൻ വന്നിരിക്കുന്ന, താൻ വിറ്റ്നസ് ആയിട്ട് വന്നിരിക്കുന്ന സത്യം മനസ്സിലാക്കിയില്ലെങ്കിൽ ആർക്കും ഒരു കാര്യവും അറിയത്തില്ല. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡിനെ യേശു ഈ ലോകത്തിലേക്ക് വിടുമ്പോ ഹോളി സ്പിരിറ്റ് ഗോഡ് എന്താ ചെയ്യുന്നു വെച്ചാൽ, സത്യത്തെ സാക്ഷിയാവുന്നു, അതായത് യേശുക്രിസ്തുവിന്റെ സാക്ഷിയാകുന്നു, അല്ലെ? അപ്പൊ നമുക്കൊരു 16-ാമത്തെ ചാപ്റ്ററിൽ, യോഹന്നാൻ തന്നെ 16-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 13-14 വാക്കൊക്കെ വായിക്കും, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളെ സത്യത്തിലേക്ക് നയിക്കും. ഹോളി സ്പിരിറ്റ് ഗോഡ് സ്വന്തമായിട്ടൊന്നും സംസാരിക്കത്തില്ല, ഹോളി സ്പിരിറ്റ് ഗോഡ് കേൾക്കുന്നത് മാത്രം, അല്ലെ? ജീസസ് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളോട് സംസാരിക്കത്തുള്ളൂ, അല്ലെ? എവിടെ ഹോളി സ്പിരിറ്റ് ഗോഡ് വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി, അല്ലെ? അപ്പൊ മാത്രം വെളിപ്പെടുത്തുമെന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ ചെയ്യുന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പിതാവിനെ മഹത്വപ്പെടുത്താൻ, ഹോളി സ്പിരിറ്റ് ഗോഡ് ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് യേശുവിനെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി. അപ്പൊ നമുക്കത് യോഹന്നാൻ തന്നെ 7 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്താ, സ്വന്തമായിട്ട് നമ്മൾക്ക് വേണ്ടി സംസാരിക്കുവാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നന്മയൊന്നുമില്ല, അല്ലെ? നമ്മൾ നമ്മൾക്ക് വേണ്ടി തന്നെ സംസാരിക്കുവാണ്, നമ്മുടെ കാര്യത്തെ പറ്റി സംസാരിക്കുന്നെങ്കിൽ അത് നമ്മളെ തന്നെ മഹത്വപ്പെടുത്തുക ചെയ്യുന്നത്. പക്ഷെ നമ്മളെ അയച്ചവനെ പറ്റിയാണ് സംസാരിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിയുടെ ഉള്ളിൽ സത്യമുണ്ട് എന്നാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നതും യേശു തന്നെയാണ്, അല്ലെ? അങ്ങനെയാകുമ്പോ യേശു ഈ ലോകത്തിലേക്ക് വന്നത് പിതാവിനെ
മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. എന്താ ഹോളി സ്പിരിറ്റ് ഗോഡ് വന്നിരിക്കുന്നത് യേശുവിനെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഹോളി സ്പിരിറ്റ് ഗോഡ് ഒരിക്കൽ പോലും ഒന്നും തന്നെ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് എടുത്ത് സംസാരിക്കത്തില്ല. ഹോളി സ്പിരിറ്റ് ഗോഡിന് കേൾക്കുന്നത് മാത്രം, തന്നെ അറിയിക്കുന്നത് മാത്രമേ സംസാരിക്കത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പിതാവിനെ പറ്റി മാത്രം സംസാരിക്കുന്നതിന് വേണ്ടിയാണ് പുത്രനും ഹോളി സ്പിരിറ്റ് ഗോഡ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. ഹോളി സ്പിരിറ്റ് ഗോഡ് യേശുവിനെ വെളിപ്പെടുത്തുമ്പോൾ യേശു തന്നെയാണ് പിതാവും, അല്ലെ? അപ്പൊ അങ്ങനെ വെളിപ്പെടുത്തുക എന്നുള്ള, സത്യം വെളിപ്പെടുത്തുക എന്നുള്ളതാണ് യേശുക്രിസ്തുവും ചെയ്തത്, ഹോളി സ്പിരിറ്റ് ഗോഡും ചെയ്യുന്ന ഒരു കാര്യം, അല്ലെ? ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. സത്യത്തെ വെളിപ്പെടുത്തുക, സത്യത്തിന്റെ സാക്ഷികളായിരിക്കും, അല്ലെ? ഈ ലോകത്തിൽ സത്യമില്ല, പിശാചാണ് ഈ ലോകത്തിന്റെ നാഥനായിട്ട് ഇപ്പൊ வாழ்ന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് പാപം കൊണ്ട്, അല്ലെ? അപ്പോ നമുക്കറിയാം, ആദത്തിനെ ഈവിനെ ദൈവം സൃഷ്ടിച്ച സമയത്ത് പാപമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പാപം അവര് ചെയ്ത സമയത്ത് ഈ ലോകത്തിന്റെ എന്താ പറയാ ആധിപത്യം പിശാചിന് ആദവും ഈവും ആദവും ഹവ്വയും, അല്ലെ, എഴുതി കൊടുക്കുക ചെയ്തത്, അല്ലെ, എഴുതി കൊടുക്കുക ചെയ്തത്. അപ്പൊ അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് യേശുക്രിസ്തു വന്നിരിക്കുന്നത്. പാപത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്, അല്ലെ? അപ്പോൾ നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലെ? നമ്മള് വെറുതെ ഉണ്ടായ ഒരു കാര്യമാണ്. ഇപ്പൊ യോഹന്നാനിലേക്ക് എഴുതിയ സുവിശേഷം തന്നെ 1-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 11 തൊട്ട് 13 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവര് അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു, അല്ലെ? അവനിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആൾക്കാരെല്ലാവരും പിന്നെ ആടത്തിന്റെ ഗണത്തിൽ പെട്ടവരല്ല, ആടത്തിന്റെ കുടുംബത്തിൽപ്പെട്ടവരല്ല, യേശുക്രിസ്തുവിന്റെ ഫാമിലിപ്പെട്ടവന്, യേശുക്രിസ്തുവിന്റെ എന്താ പറയുന്നത്, യേശുക്രിസ്തുവിൽ ആയിരിക്കുന്ന വ്യക്തികളാണ്, അല്ലെ? അപ്പോ പിതാവ് അങ്ങനെയാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ കണ്ടിരിക്കുന്നത്, അല്ലെ? നമ്മളും യേശുക്രിസ്തുവും ഒരേ പിതാവിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോ വിശ്വസിക്കുന്ന എല്ലാവർക്കും തന്റെ മക്കളാകുള്ള അവകാശം ദൈവം കൊടുത്തിരിക്കുക. അപ്പൊ അങ്ങനെയുള്ളവരെ പറ്റി പറയുക, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്, അല്ലെ? അപ്പൊ യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ആൾക്കാരെ പറ്റി പറയുന്ന ഒരു കാര്യമാണ്, അവർ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്ന ആൾക്കാർ, ദൈവത്തിന്റെ വില്ല് കാണും, അല്ലെ? ദൈവത്തിന്റെ ഇഷ്ടത്തിൻ പ്രകാരം ജനിച്ചിരിക്കുന്ന ആൾക്കാരാണ്, അല്ലെ? നേരത്തെ നമ്മൾ ഈ ലോകത്തിലേക്ക് ജനിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ പാപം ഉണ്ടായിരുന്നു. കാരണം ആടത്തിൽ നിന്ന് നമ്മൾ വന്നവരാണ്. അപ്പൊ ആടത്തിന്റെ DNA ആയിരുന്നു നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മുടെ ആ ആടത്തിന്റെ DNA ആയിട്ട് നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത്, അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോ അത് പാപത്തിന്റേതാണ്, അത് വീണുപോയ DNA ആണ്, നശിച്ചു പോയതായിരുന്നു. അപ്പൊ യേശുക്രിസ്തുവിന് രക്ഷകനായിട്ട് സ്വീകരിച്ച സമയത്ത് നമ്മുടെ പഴയതായിട്ടുള്ളതെല്ലാം കളഞ്ഞു, അല്ലെ? 2 കൊരിന്ത്യർ ലേഖനത്തിൽ 5-ാമത്തെ ചാപ്റ്ററിൽ 17-ാമത്തെ വാക്കിനെ പറഞ്ഞു, പഴയതെല്ലാം പോയി, പുതിയത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, അല്ലെ? ആടത്തിന്റെ DNA പോയി, യേശുക്രിസ്തുവിന്റെ DNA നമുക്ക് തന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ദൈവത്തിൽ നിന്ന് ഉള്ളവരാണ്. യേശു പറഞ്ഞിരിക്കുന്നു, ഞാൻ ദൈവത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ്. യോഹന്നാന്റെ 16:28 ഇങ്ങനെ പറഞ്ഞിരിക്കും, ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് വന്നിരിക്കുന്നതാണ്, ഈ ലോകത്തിലേക്ക് വന്നിരിക്കുകയാണ്, അല്ലെ? എന്റെ ഉദ്ദേശം തന്നെ, ഞാൻ വന്നത് തന്നെ ടെസ്റ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി, സാക്ഷിയാകുന്നതിന് വേണ്ടി, സത്യത്തിന് വേണ്ടി സാക്ഷിയാകുന്നതിന് വേണ്ടി. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ യോഹന്നാന്റെ 1:11 തൊട്ട് 13 വരെ വായിച്ചത് നമുക്ക് മനസ്സിലായ കാര്യം ഇങ്ങനെയാ, നമ്മള് ജഡത്തിന്റെ ഇഷ്ടപ്രകാരമല്ല, നമ്മുടെ മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് പ്രകാരം ജനിച്ചുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാല് യേശുവിൽ വിശ്വസിച്ച് കഴിഞ്ഞുള്ള കാര്യത്തെ പറ്റിയാ പറഞ്ഞത്, അതിന് മുമ്പുള്ള കാര്യത്തെ പറ്റിയല്ല പറയുന്നത്. യേശുവിൽ വിശ്വസിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മള് ഒരു പുതിയ ക്രിയേഷൻ, ഒരു പുതിയ ജീവികളായിട്ട് മാറും, ജീവികളല്ല, പുതിയ വ്യക്തികളായിട്ട് മാറുന്നു, അല്ലേ? പഴയതെല്ലാം പുതിയ വ്യക്തികളാണ്. ആ പുതിയ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ളതാണ്, ദൈവത്തിൽ നിന്നുള്ളവരാണ്. ദൈവത്തിൽ നിന്നുള്ളവര് ഇപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡും യേശുക്രിസ്തുവും ദൈവത്തെ സാക്ഷീകരിക്കുന്നതിന് വേണ്ടി, സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നതിന് വേണ്ടി, സത്യത്തിന് സാക്ഷികളായിട്ട് വന്നവരാണെങ്കിൽ നമ്മൾ എത്രമാത്രം സാക്ഷികളായി നിൽക്കേണ്ടിയിരിക്കുന്നു, അല്ലെ? അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 1-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 16-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരവും സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരം അവനായിട്ടും സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിന് വേണ്ടി ഇരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ, അല്ലെ? യോഹന്നാന്റെ 1:13 നമ്മൾ ഇപ്പൊ വായിച്ചതേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവന്റെ ഇഷ്ടത്തിന് പ്രകാരം ജനിച്ചിരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ അവന്റെ ഇഷ്ടത്തിന് പ്രകാരം
പ്രകാരം നമ്മൾ ജനിക്കപ്പെട്ടിരിക്കുന്നു, അവന് വേണ്ടി നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആരെന്ന് എന്നുള്ള സത്യത്തിനെ സാക്ഷീകരിക്കുന്നതിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. യോഹന്നാൻ സ്നാപകനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, യോഹന്നാൻ ബാപ്റ്റിസ്റ്റിനെ പറ്റി ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ ഒരു സത്യത്തെ സാക്ഷീകരിച്ച വ്യക്തിയാണ്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് സത്യത്തിന്റെ സാക്ഷി പറഞ്ഞിരിക്കുന്നു, അല്ലെ? സത്യത്തിന് വേണ്ടി സത്യത്തിന്റെ സാക്ഷിയായിട്ട് വന്ന ഒരു വ്യക്തിയാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ജോണിനെ ക്രിയേറ്റ് ചെയ്ത ദൈവം സൃഷ്ടിച്ച അതിനു വേണ്ടി തന്നെയാണ്. യേശുക്രിസ്തുവിന്റെ ഫോർറണ്ണറായിട്ട് വന്നിരിക്കുന്നത്. യേശുക്രിസ്തു ആരെന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി വന്നിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ യേശു ഇങ്ങനെ ആണ് ജോണിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്ക് ആയിരുന്നു, അല്ലെ? അപ്പൊ ആ ഒരു വിളക്കിന്റെ ഉദ്ദേശം എന്താണ്, അല്ലെ? വിളക്കുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? അവിടെ പ്രകാശം പരത്തുക എന്നുള്ളത്, അല്ലെ? സത്യമെന്ന പ്രകാശം പരത്തുന്നുണ്ട്. ഈ ഇരുട്ടായിരിക്കുന്ന ലോകത്തില് സത്യമെന്ന പ്രകാശം പരത്തുന്നതിന് വേണ്ടിയാണ് ജോണ്, അല്ലെ, യോഹന്നാൻ, സ്നാപക യോഹന്നാൻ ഈ ലോകത്തിലേക്ക് വന്നിരുന്നത്. അങ്ങനെയാണെങ്കിൽ, അല്ലെ, യോഹന്നാന്റെ സൃഷ്ടിയുടെ ഉദ്ദേശം ഇതാണ്. യോഹന്നാൻ ദൈവം സൃഷ്ടിച്ചത് ഇതിനാണെങ്കിൽ, അല്ലെ, ഒരു വിളക്ക് പോലെ കത്തുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ യേശു എന്നുള്ള പ്രകാശത്തെ ലോകത്തിൽ പരത്തുന്നതിന് വേണ്ടി അതിനൊരു മീഡിയമായിട്ട് തീരുകയായിരുന്നെങ്കിൽ നമ്മളും അതുപോലെ തന്നെ ആയിരിക്കണ്ടേ എന്നാണ് എനിക്കിത് ചോദിക്കാനുള്ളത്, അല്ലെ? ഇപ്പൊ നമുക്കറിയാം, വളരെയധികം എന്താ പറയുന്നത്, യേശുവിന്റെ വരവ് വളരെയധികം അടുത്തിരിക്കുന്ന സമയത്ത്, അല്ലെ, യേശുവിനോട് നിൽക്കേണ്ട, യോഹന്നാനെ പോലെ കത്തുന്ന ഒരു വിളക്കുകളായിരിക്കേണ്ട നമ്മൾ, അല്ലെ? അധികം ആൾക്കാരില്ല യേശുവിനോട് നിൽക്കുന്നതിന് വേണ്ടി. പാസ്റ്റർമാരാകാനും പ്രീച്ചർമാരാകാനും അപ്പോസ്റ്റലന്മാരാകാനും ഒരുപാട് ആൾക്കാരുണ്ട്, അല്ലെ? അവരുടെ ഇഷ്ടത്തിന് വേണ്ടി, അല്ലെ? നേരത്തെ പറഞ്ഞ യോഹന്നാന്റെ 7 പറഞ്ഞ പോലെ വിട്ടവനെ സാക്ഷീകരിക്കുന്ന വ്യക്തികളാണ് അയാളുടെ ഉള്ളിലെ സത്യമുള്ളൂ, അല്ലെ? തങ്ങളെ തന്നെ സാക്ഷീകരിക്കുന്നതിന് വേണ്ടിയുള്ള തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നെങ്കിൽ അയാളുടെ ഉള്ളിൽ സത്യമൊന്നുമില്ല, അയാളെ തന്നെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. അതുപോലുള്ള പലരും ഉള്ളൊരു സമയമാണ്, അല്ലെ? സത്യത്തിന് വേണ്ടി നിന്നുകൊണ്ട്, യേശുക്രിസ്തുവിനോട് നിന്നുകൊണ്ട്, യേശുവിന് വേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടി, യേശുവിന് വേണ്ടി ലോകത്ത് നിന്ന് ആത്മാക്കളെ കൊണ്ടുവരുന്നതിന് വേണ്ടി വളരെയധികം ആൾക്കാരൊന്നും ഇല്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ യേശുവിന് വേണ്ടി യേശു എന്താണ് ചെയ്തത്? സത്യത്തിന് വേണ്ടി സത്യത്തിന്റെ സാക്ഷിയായിട്ടാണ് വന്നത്. ഹോളി സ്പിരിറ്റ് ഗോഡ് സത്യത്തിന്റെ സാക്ഷിയായിട്ടാണ് വന്നത്. പിതാവിൽ നിന്ന് വരുന്നവരെല്ലാം സത്യത്തിന്റെ സാക്ഷികളായിട്ട് വന്നിരിക്കുന്നത്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് സത്യത്തിന് സാക്ഷിയായിട്ട് വന്നത്. പീറ്ററും ജോണും എല്ലാം, അല്ലെ? പീറ്ററും ജെയിംസും ജോണും പിന്നെ പോളും, അങ്ങനെ എല്ലാവരും, പിന്നെ നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റിലേക്ക് പോകുമ്പോൾ കാണുന്ന എല്ലാ എന്താ പറയുക പ്രോഫറ്റുമാരെല്ലാം അവർ സത്യത്തിന്റെ സാക്ഷികളായിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്കെല്ലാവർക്കും പ്രോഫറ്റുമാരെ, എല്ലാവർക്കും പീറ്ററിനെ പോലെ പോളിനെ പോലെ വലിയ അപ്പോസ്റ്റലന്മാരൊന്നും ആയിരിക്കണമെന്നില്ല. പക്ഷെ സത്യത്തിന്റെ സാക്ഷികളായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുമല്ലോ. അതിനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലെ? അത് ഒറ്റ ഉദ്ദേശം മാത്രമുള്ളൂ. അപ്പൊ നമുക്ക് ഇന്നു തൊട്ട് നമുക്ക് യേശുവിന് വേണ്ടി സാക്ഷിയായിട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല, അല്ലെ? നമ്മൾ കുറച്ച് ഭക്ഷണം കഴിച്ചു, കുറച്ച് വണ്ണം വെച്ചു, കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചു, കുറച്ച് എന്താ പറയാ കാറും ബംഗ്ലാവും ഉണ്ടാക്കി, കുറച്ച് ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ നല്ലൊരു ജോലി, അതുകൊണ്ട് എന്തൊക്കെ ഒരു പ്രയോജനം? അതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളല്ല. യേശുവിലായിരിക്കുമ്പോൾ നമ്മൾ യേശുവിൽ ചെയ്യുന്ന വർക്കുകൾ മാത്രമേ നമുക്ക് ഫോളോ ചെയ്യത്തുള്ളൂ. റെവലേഷന്റെ 14 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നില്ലേ, യേശുവിലും മരിച്ചവര് ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്, അനുഗ്രഹിക്കപ്പെട്ടവർ, അല്ലെ? യേശുവിലായിരിക്കുകയോ അവിടുത്തെ യേശുവിൽ മരിക്കുകയും ചെയ്തിരിക്കുന്ന വ്യക്തികൾ ഭാഗ്യന്മാർ. കാരണം വെച്ചാൽ അവരെ വർക്ക് അവരെ ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള വർക്ക് ആയിരിക്കണമെങ്കിൽ അത് നമ്മൾ യേശുവിൽ ചെയ്യുന്ന വർക്കായിരിക്കണം, അല്ല? അല്ലാതെ വീട്ടില് കുറെ പണം ഉണ്ടാക്കി, എന്താ പറയാ, കുറെ പണം ഉണ്ടാക്കി ഇനി എൻ്റെ വരുന്ന തലമുറയ്ക്ക് കുഴപ്പമില്ല, അവർക്ക് വരും തലമുറയ്ക്ക് വേണ്ടി കുറേയധികം പണം ഉണ്ടാക്കി വെച്ച് കൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുമായിട്ട് ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. ഒരു പ്രയോജനമില്ലാത്ത ജീവിതം. നമ്മൾ വിചാരിക്കും അയ്യോ നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷെ യേശുവിലല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആകാതിരിക്കട്ടെ, അങ്ങനത്തെ ഒരു ജീവിതം ആകാതിരിക്കട്ടെ. അവന് വേണ്ടി നിൽക്കുക, അവന്റെ സാക്ഷികളായിരിക്കുക, അവന് വേണ്ടി സംസാരിക്കുക, അവന് വേണ്ടി ആൾക്കാരെ ഈ ലോകത്തുനിന്ന് കൊണ്ടുവരും, ആത്മാക്കളെ ഈ ലോകത്തുനിന്ന് കൊണ്ടുവരും. അതിന് മാത്രമേ വിലയുള്ളൂ, ആ ഒരു വർക്കിന് മാത്രമേ വിലയുള്ളൂ. അത് ചെയ്യുന്ന ആൾക്കാരാകാം നമുക്ക്, അതിന് മാത്രം പ്രയോജനമുണ്ട്, അത് മാത്രമേ നമ്മുടെ കൂടെ പോരത്തുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തികളാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് സാക്ഷിയായിട്ടാണെങ്കിൽ നമ്മൾക്ക് സാക്ഷിയാകും. ഹോളി സ്പിരിറ്റ് ഗോഡ് സാക്ഷിയായിട്ടുണ്ടെങ്കിൽ ഹോളി സ്പിരിറ്റ് ഗോഡ്, അതേ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. യേശുവിൽ ഉണ്ടായിരുന്ന ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളിൽ വസിക്കുന്നു. അപ്പൊ യേശു വഴി ഹോളി സ്പിരിറ്റ് ഗോഡ് സാക്ഷ്യപ്പെടുത്തിയെങ്കിൽ നമ്മൾ വഴി സാക്ഷ്യപ്പെടുത്താൻ തയ്യാറാണ്, അല്ലെ? അപ്പൊ അങ്ങ് നമ്മളെ തന്നെ സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ സാക്ഷികളാണ് ഈ ഇരുട്ട് നിറഞ്ഞ ലോകത്തിൽ. യേശുവിന്റെ വരവ് വളരെയധികം അടുത്തിരിക്കുകയാണ്, അല്ലെ? വളരെ വളരെ അടുത്തിരിക്കും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ വളരെയധികം അടുത്തിരിക്കുകയാണ്, അല്ലെ? അപ്പൊ അത് തന്നെ നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയൊക്കെ, അല്ലെ? അപ്പൊ നമുക്ക് യേശുവിന്റെ സാക്ഷികളായിട്ട് നിൽക്കാം,
അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് തന്നെയാണ്. നഷ്ടം സംഭവിക്കുന്നത് നമുക്ക് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒന്നിനും തന്നെ നഷ്ടമായി നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ നമ്മൾ സമ്മതിക്കരുത്. അതിനെപ്പറ്റിയാണ് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. താങ്ക് യു ലോർഡ് ഗോഡ് അൽമൈറ്റി മാസ്റ്റർ ഗോഡ്. അങ്ങയുടെ സാക്ഷികളായിട്ട് ഞങ്ങളെ വിളിച്ചെടുത്ത് നന്ദി പറയുന്നു കർത്താവേ. ഒരു കാലത്ത് അങ്ങയുടെ അല്ലാതിരുന്ന ആൾക്കാർ, ഒരു കാലത്ത് അങ്ങയുടെ കരുണയ്ക്കും ദയയ്ക്കും പാത്രമാകാൻ യാതൊരു യോഗ്യതയില്ലായിരുന്ന ആൾക്കാർ കർത്താവേ, ഇന്ന് കർത്താവേ അങ്ങയുടെ സാക്ഷികളാക്കി ഞങ്ങളെ ഉയർത്തിയിരിക്കുന്ന നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ കരുണ മാത്രമാണ് ഞങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്ത ഗ്രേസ് മാത്രം കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. ഓ ലോർഡ് ജീസസ്, പ്രൈസ് ആൻഡ് വർഷിപ്പ്. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ, മഹത്വപ്പെടട്ടെ. അങ്ങയുടെ ടെസ്റ്റിമണി ആയിട്ട് അങ്ങയുടെ സാക്ഷിയായിട്ട് ഞങ്ങൾ ഈ ലോകത്തിൽ ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇന്ന് കേട്ട ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.